രോഗങ്ങൾ ഇനി പഴങ്കഥയാവാൻ പോവുകയാണ്. അതായത് ഒരുവിധപ്പെട്ട രോഗങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിക്കത്തക്ക രീതിയിൽ നിർമ്മിത ബുദ്ധി വളർന്നിരിക്കുകയാണ്. പോളിഗൺ എന്ന് പറയും. അതായത് സർഗാത്മക മേഖലയിൽ, രചനാത്മകമായ മേഖലയിൽ നിലവിലുള്ള ചാറ്റ് GPT-യുടെ വൈദ്യശാസ്ത്ര രംഗത്തെ മോഡൽ എന്ന് പറയാം ഈ പോളിഗൺ. അതായത് നമ്മൾ മരുന്നുകൾ എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രീയമായി നമ്മൾ മരുന്നെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാസസൂത്രങ്ങളാണ്, കെമിക്കൽ രാസസൂത്രങ്ങൾ. അതായത് തന്മാത്രകളുടെ മോളിക്യൂളിൻ്റെ രാസസൂത്രങ്ങൾ. അതായത് മഗ്നീഷ്യം, സോഡിയം, ഫോസ്ഫറസ്, ഇങ്ങനെ വിവിധ രൂപത്തിലുള്ള ഈ മൂലകങ്ങളുടെ രാസസൂത്രമാണ് യഥാർത്ഥത്തിൽ ഈ മരുന്നുകൾ എന്ന് പറയുന്നത്. ഈ മരുന്നുകൾ നമ്മൾ മനുഷ്യായുസ്സിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ നാം നേടിയെടുത്തിട്ടുള്ള 10,000-കണക്കിന് മോളിക്യൂളുകളുണ്ട് ഈ രാസസൂത്രങ്ങൾ. ഇപ്പോൾ ഇതിനെയൊക്കെ കമ്പ്യൂട്ടറിനെ ഇപ്പം പഠിപ്പിച്ചിരിക്കുകയാണ്. ആ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ഇത് നടക്കുന്നത്. ഈ പഠിപ്പിച്ച ഈ മോളിക്യൂളുകളെ തന്നെ ഉപയോഗിച്ച് ഈ നിർമ്മിത ബുദ്ധി പുതിയ മരുന്നുകൾ നമുക്ക് കണ്ടെത്തി തരുമെന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. അതിലേക്ക് വലിയ ഗവേഷണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.